നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ ആ ഡീല് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. കെവിൻ ഡി ബ്രൂയിനയെ യൂറോപ്യൻ വമ്പന്മാർ തന്നെ സ്വന്തമാക്കുന്നു. അതായത് ഇറ്റാലിയൻ ചാമ്പ്യന്മാരായിട്ടുള്ള നാപ്പോളിയാണ് ഇപ്പോൾ താരത്തെ സ്വന്തമാക്കുന്നത്. ആ കാര്യം കൺഫേം ചെയ്തു കഴിഞ്ഞു. ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ ഹിയർവിഗോ ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞു. മറ്റ് ഇറ്റാലിയൻ മാധ്യമങ്ങളും ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കെവിൻ ഡി ബ്രൂയിനെ ടു നാപ്പോളി, ഹിയർ വി ഗോ എന്നാണ് ഫബ്രീസിയോ പറയുന്നത്. ഫൈനൽ എഗ്രിമെൻറ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രീൻ ലൈറ്റ്സും ബെൽജിയൻ സൂപ്പർ താരത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഇനി തടസ്സങ്ങളൊന്നുമില്ല. 2 വർഷത്തേക്കുള്ള ഡീലാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. പ്ലസ് ഓപ്ഷൻ എഗ്രീഡ്. ആ രൂപത്തിലാണ് ഡീലിൻ്റെ കാര്യങ്ങൾ. മെഡിക്കലും മറ്റുമൊക്കെ വരും ദിവസങ്ങളിൽ നാളെയൊക്കെ ആയിട്ട് നടക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്തായാലും നാപ്പോളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാസീവ് സൈനിങ് ആണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. മാഞ്ചസ്റ്റർ സിറ്റിയിലായിരുന്നല്ലോ താരം കുറച്ചധികം നാൾ ചിലവഴിച്ചത്. പക്ഷേ അവിടെ നിന്ന് അവർ പുതിയ കോൺട്രാക്റ്റ് ഓഫറൊന്നും കൊടുത്തില്ല. അദ്ദേഹത്തിന് അവിടെ തുടരണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടാവാത്തത് കൊണ്ടാണ് താൻ ക്ലബ്ബ് വിടും ഈ സീസണിന് അവസാനം എന്ന് KDB തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഫ്രീ ഏജൻ്റായിട്ടാണ് അദ്ദേഹം എന്തായാലും നാപ്പോളിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ലീഗുകളിൽ അദ്ദേഹം ഓൾറെഡി കളിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ ജർമ്മൻ ബൂണ്ടസ് ലീഗയിൽ കളിച്ചിട്ടുണ്ട്, പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറ്റാലിയൻ സീരി എയിലേക്ക് അദ്ദേഹം എത്താൻ പോവുകയാണ്. 2015 മുതൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ അവരുടെ അഭിവാജ്യ ഘടകമായി കളിച്ചുകൊണ്ടിരുന്ന താരമാണ്. ബെൽജിയത്തിന് വേണ്ടി 111 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ലെജൻഡുമാണ്. ഏതായാലും 33-കാരനായിട്ടുള്ള KDB നാപ്പോളിയിലേക്ക് പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.